വഴിക്കടവിലെ അനന്തുവിന്റെ മരണത്തിൽ നിലമ്പൂരിൽ വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വനം മന്ത്രിയുടെ കോലവുമായി UDF യുവജന സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്. ആദിമ വാർത്തയിലേക്കാണ്. VS രഞ്ജിത്തിന്റെ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, അനന്തുവിന്റെ മരണത്തിൽ ആദ്യം മുതൽ തന്നെ വിവാദ പ്രതികരണങ്ങൾ നടത്തുകയാണ് വനം മന്ത്രി. ഈ മരണം തന്നെ ഒരു ഗൂഢാലോചനയാണ് എന്ന മറ്റുള്ള പ്രതികരണം ആദ്യം നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിലും മന്ത്രിയുടെ പ്രതികരണം അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ളതാണ്. അനന്തുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വിഷയത്തിൽ പോലും നാളെ അവിടെ പരിപാടി ഉണ്ടെങ്കിൽ പോകുമെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. കനത്ത പ്രതിഷേധമാണോ VS രഞ്ജിത്ത്? സ്മൃതി, തീർച്ചയായും UDFന്റെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നിലമ്പൂർ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വനം മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ കാരണമായിട്ടുള്ളത്. കാരണം ഈ മരണത്തിനു പിന്നിൽ, ഈ പന്നിക്കണി വെച്ചതിന് പിന്നിലൊക്കെ, ഈ പന്നിക്കണിയിൽ കുടുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കണം എന്നാണ് വനം മന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഭാഷയിലുണ്ടായിരുന്നു. മാത്രവുമല്ല, രണ്ടാമത് അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു തരത്തിലും ആ പ്രസ്താവനയെ തിരുത്താൻ വനം മന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹം വീണ്ടും അത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ വനം മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധവുമായി UDFന്റെ യുവജന സംഘടനകൾ, UDYFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലമ്പൂർ നഗരത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അവർ വനം മന്ത്രിയുടെ കോലം കത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ നഗരത്തിലൂടെ പ്രതിഷേധ പ്രകടനം കടന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകളും പൊതുദർശന ചടങ്ങുകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, അത് വഴിക്കടവ് ഭാഗത്താണെങ്കിൽ നിലമ്പൂരിൽ വലിയ പ്രതിഷേധവുമായി UDYFന്റെ പ്രവർത്തകർ എത്തുന്നു. ഇന്നലെ രാത്രി തന്നെ UDYFന്റെ പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ ഇറങ്ങുകയും നഗരത്തിലെ റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പന്നിയെ വ്യാപകമായി പിടിച്ച് അത് വ്യാപാര ആവശ്യത്തിന് ഉപയോഗിക്കാനാണെന്നൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഈ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ UDYFനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ, ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുന്നതാണ് ഇപ്പോൾ വനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്.